ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ വിക്രമിനെ പരിചരിക്കാനായിട്ട് വേദയുടെ അടുക്കിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ദീപ്തിയാണെങ്കിൽ ഇഷിതയ്ക്കും അതുപോലെ തന്നെ വേദയ്ക്കുമായിട്ടുള്ള ജ്യൂസ് കൊണ്ടുവരികയാണ്. ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ റൂമിലേക്ക് കയറ്റണില്ല കേട്ടോ, ഞങ്ങൾ താഴെ വന്ന് കുടിച്ചോളാം, ഇപ്പോൾ ഞങ്ങൾ അർജൻറ്റ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ ഒന്ന് പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തിനെ ആണെങ്കിൽ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രമിനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് പെട്ടെന്ന് എണീറ്റ് പോകാനും പറ്റില്ല, അവിടെ ഒന്നും സാധനങ്ങൾ പെട്ടെന്ന് മാറ്റാനും പറ്റാതെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെ വേദ തന്ത്രപൂർവ്വം പറഞ്ഞു വിടുകയാണേ. അങ്ങനെ ജ്യൂസുമായി പോയവള അതേ ജ്യൂസുമായി തിരിച്ചു വന്ന കണ്ടിട്ട് വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താടി നീ ജ്യൂസ് കൊണ്ടുപോയിട്ട് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അതിന് ഞാൻ കൊണ്ടുപോയിട്ട് എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റണ്ടേ ദീപ്തി ചേച്ചി. ദീപ്തി ചേച്ചി ആണെങ്കിൽ ഒന്ന് അകത്തോട്ട് കയറ്റാൻ പോലും സമ്മതിക്കണില്ല എന്ന്, രണ്ടുപേരും എന്തോ വലിയ ഡിസ്കഷനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി ആണെങ്കിൽ അങ്ങ് ഒരു ദേഷ്യം വരാൻ കേട്ടോ ദീപ്തിക്ക്. കാര്യം എന്ത് പറഞ്ഞാലും കൊണ്ടുപോയതല്ലേ, വാങ്ങിച്ചില്ലല്ലോ. അങ്ങനെ ദീപ്തി ആ ജ്യൂസ് ഇന്ന് അമ്മ തന്നെ ഇനി അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ദീപ്തിയും അങ്ങ് പോകുകയാണേ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ വർഷ. അങ്ങനെ വർഷയ്ക്ക് നല്ല സംശയം തോന്നുകയാണ് കേട്ടോ, കാരണം എന്തോ ഒരു പന്തികേടുണ്ട്. വേദയാണെങ്കിൽ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അടുക്കളയിലേക്കും അതുപോലെ തന്നെ ദീപ്തിയോടും അമ്മയോടും ഒക്കെ വർത്തമാനം പറയാനൊക്കെ ആയിട്ട് എപ്പോഴും ഹാളിലും കിച്ചണിലും ഒക്കെ ആയിട്ട് നിൽക്കണ വേദയാണെങ്കിൽ ഇപ്പോഴും മുറിയിൽ തന്നെയാണ്, മേളിൽ നിന്ന് ഇറങ്ങി വരിക പോലില്ല, ആഹാരം പോലും കഴിക്കണില്ല. മേളിൽ വെച്ച് കഴിച്ചോളാം, അല്ലെങ്കിൽ മേളിലുണ്ട് കെറ്റിൽ എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി വിടുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് നല്ലൊരു സംശയം തോന്നുകയാണ് കേട്ടോ, എന്തോ ഒരു പന്തികേടുണ്ട് വേദയുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾ അടിമുടി മാറിപ്പോകില്ലല്ലോ എന്ന് കരുതിയിട്ട് വർഷ സെർച്ചിങ്ങിന് ഇറങ്ങുകയാണേ. അങ്ങനെ വേദയുടെ ഡോറിൽ തട്ടുമ്പോഴത്തേക്കിനും എന്താന്ന് ചോദിക്കുമ്പോൾ, അതെ നീ ഒന്ന് കഥക് തുറന്ന് ഞാൻ അകത്തിട്ട് വരണേ. കഥക് തുറക്കാനോ എന്തിനാ, എന്താ വർഷിച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നീ ഒന്ന് തുറന്നേ, എനിക്ക് അർജൻറ്റൊരു കാര്യം പറയാനാ, നിനക്കെന്ന് തുറക്കാൻ ഇത്ര മടി, ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ഞാൻ വരാം, ഞങ്ങളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രമാത്രം എന്താ സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ തന്നെ ഒരാൾ വന്ന് ഡോറിന് മുട്ടുമ്പോൾ ഒന്നും ആ ഒരു ആദ്യം മര്യാദയില്ലേ, ഒന്ന് തുറന്ന് എന്താ കാര്യം എന്തെങ്കിലും ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ ഉള്ളിലേക്ക് കയറുവാണ്. ഇതേ സമയത്ത് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ ഒളിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രമിനെ വേദ. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിക്കണം, ഒരു സ്റ്റോർ റൂമിൻ്റെ ഭാഗമുണ്ട് ഒരു മുറിയിൽ, ആ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ റൂമിലേക്ക് കയറി ഇങ്ങനെ ആകെ മൊത്തം ഒന്ന് അരിച്ച് പറക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്ലേറ്റും സ്പൂണും ഒക്കെ ഇരിക്കും. ഇതെന്താ ഇവിടെ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി എടുത്തുകൊണ്ട് വന്നതാണ്, പിന്നെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് വരാൻ എത്തില്ല, ഇനി കൊണ്ടുവെക്കണം എന്ന് പറയണം. അപ്പോൾ ഇവിടെ കെറ്റിലും കാപ്പിപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാപ്പി വേണം, എപ്പോഴും വന്ന് താഴെ വരെ ഇറങ്ങി വന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തതാ എന്നൊക്കെ പറയുമ്പോൾ, കൊള്ളാം, അല്ല ഇവിടെ എന്തോ മരുന്നിൻ്റെയും ഡെറ്റോളിൻ്റെയും അങ്ങനെ ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടല്ലോ, എന്തോ ഒരു ഹോസ്പിറ്റലിലെ സ്മെല്ല് പോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയാണ്. ഇല്ലില്ല, എന്തോ ഒരു സ്മെല്ലുണ്ട്, എന്താ വേദ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഞാൻ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞായിരുന്നു, കതവിനിടയിൽ പോയായിരുന്നു, ആ ഒരു സമയത്ത് ബാൻഡേജ് കിട്ടിയതാ എന്നൊക്കെ പറയാണ്. ബാൻഡേജിന് ഇത്ര നാറ്റം ഉണ്ടോ എന്ന് പറയുമ്പോൾ, ഞാനിന്ന് ഡെറ്റോൾ ഒഴിച്ച് കഴുകി ഈ മുറിയൊക്കെ ഒന്ന് ശുദ്ധികലശം നടത്തിയായിരുന്നു. അതെന്തിനാ ശുദ്ധികലശം നടത്തിയത്, നീ പോയപ്പോൾ തന്നെ ഈ മുറിയെല്ലാം ശുദ്ധികലശം നടത്തിയതായിരുന്നല്ലോ, ഞാൻ വന്നപ്പോൾ വീണ്ടും ഞാനൊന്ന് ശുദ്ധികലശം നടത്തിയതായിട്ട് വെച്ചു, ഇപ്പോൾ ചേച്ചിക്ക് എന്താ അറിയേണ്ടത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കും. എനിക്കൊന്നും അറിയണ്ടായേ, ഓരോരുത്തരുടെ മട്ടും ഭാവവും ഒക്കെ മാറുന്ന കണ്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുന്ന ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങനെ പോകുകയാണേ. ഈ സമയത്ത് വർഷ നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്തോ വർഷിച്ചിക്ക് നല്ല സംശയമുണ്ട്, ഇനി മുറിക്കകത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ വിക്രമിൻ്റെ പുറത്തേക്ക് ഇറക്കുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ പുള്ളിക്കാരിക്ക് എന്തോ നല്ല ഡൗട്ടുണ്ട്, അതാ പുള്ളിക്കാരി വന്ന് സെർച്ച് ചെയ്തത്, മരുന്നിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ നീ പറഞ്ഞൊന്നും ഇപ്പോൾ ആ പുള്ളിക്കാരി വിശ്വസിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, കാഞ്ഞ വിത്താണ്, മനുഷ്യനെ തമ്മി തല്ലിപ്പിക്കണതാണ്, വിഷമാണ് മനസ്സിൽ നിറച്ച്, എന്തൊക്കെയോ ഹിന്റുകൾ കിട്ടിയിട്ടുണ്ട്, ഇനി കെട്ടുവിനെ കൊണ്ട് ഓടിച്ചെന്ന് ഓതി കൊടുക്കും എന്നൊക്കെ പറയണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അല്ല നീ എപ്പോഴും ഈ മുറി അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും സംശയം, നീ ഇടയ്ക്കിടയ്ക്കൊക്കെ താഴേക്കൊന്ന് ഇറങ്ങിച്ചല്ലേ, പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ നീ അവിടെ ചെന്ന് കഴിച്ചാൽ മതി, അതാ എല്ലാവർക്കും ഡൗട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങി ചെല്ലാം, ഇനി റൂമിൽ തന്നെ എപ്പോഴും മുറി അടച്ചിരുന്ന എന്തൊക്കെയോ സംതിങ് ഉണ്ടെന്ന് അവർക്കും മനസ്സിലാകും, വെറുതെ എന്തിനാ സംശയത്തിന് ഇടവരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദയും താഴേക്ക് ഇറങ്ങി പോവുകയാണേ.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിക്രം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആസ്വദിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേദയുമായിട്ട് ഒരുമിച്ചൊരു മുറിയിൽ മറ്റാരുമില്ലാതെ രാവും പകലും ഒരുമിച്ച് ഇരിക്കുന്നത് ഓർത്തിട്ട് ഒരുപാട് സന്തോഷത്തിലായിരിക്കും കേട്ടോ വിക്രം. എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു, കുറേ കാലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അത് വേദയോട് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞിട്ട് ആഹാ എന്നും ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കാനാണോ മാഷിൻ്റെ പ്ലാൻ? അപ്പോൾ സത്യങ്ങളൊക്കെ തെളിയിക്കാനും വീട്ടിലേക്ക് പോകാനൊന്നും ഉദ്ദേശമില്ലേ? അല്ല, ഇതാ സുഖം, പണിക്കും പോകണ്ട, ഒന്നും വേണ്ട, ആഹാരം കറക്റ്റ് സമയത്തിന് കിട്ടും, പിന്നെ പരിചരിക്കാൻ ആളുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ രണ്ടുപേരും തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് പെട്ടെന്ന് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആ സമയത്ത് വേദ ആരാന്ന് ചോദിക്കുമ്പോൾ വിക്രം ആരാന്ന് ചോദിക്കുമ്പോൾ വേദ പറഞ്ഞിട്ട് ദർശന എന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദർശനാണെങ്കിൽ വേദയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് പിന്നെ ദർശൻ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് മറ്റൊന്നും കണ്ടല്ല, ഇപ്പോൾ പറയേണ്ട സമയമെന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിക്രം വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പറയാണ്. ആ സമയത്ത് ദർശൻ പറഞ്ഞിട്ട് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിൻ്റെ വീട് സേഫ് ആണോ? ആരെങ്കിലും സംശയത്തോടൊന്ന് വന്ന് നോക്കിയാൽ പോരെ? നിൻ്റെ ഏട്ടൻ എങ്ങാനും വന്ന് നോക്കി വിക്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അപ്പം തന്നെ വാസുവിനെയും ഗുണ്ടകളെയും വിളിച്ച് കാര്യം പറയും. നീ എന്ത് ഭ്രാന്താ കാണിച്ചത്? വേറൊരു സ്ഥലവും ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കിതിലും വലിയ സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെ തോന്നിയില്ല, അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് ദർശൻ പറയുന്നുണ്ട്, എന്തായാലും കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ കിടപ്പിലായി, എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് കേട്ടെ, ഇനിയിപ്പം 6-7 മാസത്തേക്കിന് പുള്ളി ജോയിൻ ചെയ്യാൻ പുള്ളിക്ക് കഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് വേദ വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. എന്നിട്ട് വേദ പക്ഷേ അതിനൊക്കെ ഉത്തരവാദി വിക്രമാണെന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അല്ല ദർശൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നിനുമല്ല, വിക്രമിൻ്റെ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് വിളിച്ചത്. എന്തായാലും എങ്ങനെയുണ്ട് നിൻ്റെ ഭർത്താവ്, ഇപ്പം എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കാലിന് നല്ല പെയിൻ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ചെറിയ ബ്ലീഡിങ്ങും ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇഷിത, നിനക്കറിയാം, ഇഷിതയാണ് അവനെ പരിപാലിക്കുന്നത്, അവന് ഉള്ള മെഡിസിൻസൊക്കെ തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലോ? ആരും അറിയില്ല, റൂമിലേക്ക് ആരും അങ്ങനെ വരാറില്ല, അതുകൊണ്ട് തന്നെ ആരും അറിയാറുമില്ല. എന്തായാലും വിക്രം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വിക്രം കുറ്റവിമുക്തനായിട്ട് മാത്രമായിരിക്കും എന്നൊക്കെ നമ്മുടെ വേദയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദർശൻ പറഞ്ഞിട്ട്, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിൻ്റെ അത്രയും ഗഡ്സ് എനിക്കില്ല മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദർശൻ പറയാണ്, അല്ല ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ആ ഗുണ്ട മറ്റാരുമല്ല, അത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഗുണ്ടയായിരുന്നു കൊന്നതെന്ന് പറയാനായിട്ട്, വരുണിനെ കൊന്നത് ശ്രീകാന്തിൻ്റെ പരിചയത്തിലുള്ള ഒരു ആളാണ് എന്നൊക്കെ പറയണം. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കാനായിട്ടോ വേദ. എന്നിട്ട് പറയുന്നുണ്ട്, തെളിവുകളെല്ലാം ശ്രീകാന്തിന് അനുകൂലമായിട്ടാണ്, എനിക്കെന്തോ ശ്രീയേട്ടനാണ് ഇതിനൊക്കെ പിന്നിലെന്ന് തോന്നുകയാണെന്ന് ദർശൻ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതെനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു, ശ്രീയേട്ടൻ തന്നെയാണ് ഇതിനൊക്കെ പിന്നിലെന്ന്, പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, കാര്യം ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ശ്രീയേട്ടൻ്റെ നേർക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് വേദ, എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട്, സ്വത്ത് മാത്രമല്ല ശ്രീയേട്ടൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചത് ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് കുറേ എന്നായിട്ട് വഴക്കടിക്കുകയും പിന്നെ അതായിരുന്നു ഏട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പോരാഞ്ഞിട്ട് വരുണിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കുന്നത്, നമ്മുടെ ദീപ്തി വിവാഹം കഴിക്കുന്നതും ഏട്ടന് ഇഷ്ടമല്ല. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ വരുണിനെ കൊന്ന് ആ കൊലപാതക കുറ്റം വിക്രമിൻ്റെ മേൽക്ക് ആകുകയാണെങ്കിൽ രണ്ടുപേരുടെ ശല്യം ഒഴിവാകുമല്ലോ, അതായിരിക്കും ചിലപ്പോൾ ഏട്ടൻ അങ്ങനെ തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ ദർശൻ പറഞ്ഞിട്ട്, എന്തായാലും എല്ലാ കൊള്ളതിരായ്മയ്ക്കും അച്ഛനും കൂട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴും വേദ പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യം തന്നെയാണോ, ശ്രീയേട്ടൻ തന്നെയാണോ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, വേദ ഞാൻ പറഞ്ഞല്ലോ, കാര്യം 100% ഷുവർ ആയിട്ടില്ല, പക്ഷേ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിരൽ ചൂണ്ടാൻ പറ്റുന്നത് ശ്രീയേട്ടൻ തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ട് ആകെ തകർന്നു പോയി നിൽക്കുന്ന വേദനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഫോൺ വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ, ദർശൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താ പറ്റി, ദർശൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെല്ലാം ദർശൻ ഈ സംഭവം നടന്ന സ്ഥലത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുകയും പിന്നെ അവിടുത്തെ CCTV ഫുട്ടേജൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു.
അപ്പോൾ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശ്രീയേട്ടനാ പ്രതിയെന്നാണ് പറയുന്നത്. ശ്രീയേട്ടൻ പറഞ്ഞ് അയാളെ കൊണ്ട് വരുണിനെ കുത്തിച്ചതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് കരയാനുട്ടോ വേദ. ഈ സമയത്ത് വിക്രമിനും സങ്കടമാകാണ്. വിക്രം പറഞ്ഞിട്ട് താൻ എന്തിനാണോ സങ്കടപ്പെടുന്നത്, താൻ വിഷമിക്കാതെ, നിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അനിയത്തിമാരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന, പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഏട്ടനുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അല്ലേ ഇതിൻ്റെ ഏട്ടന് ഇത്രയധികം മാറ്റം, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ, സ്വത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതി, പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല, ഏട്ടൻ എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ഏട്ടനിപ്പോൾ അനിയത്തിമാരുമില്ല, ആരുമില്ല. ഏട്ടൻ്റെ കാര്യം ജയിക്കാൻ വേണ്ടി ആരും കൊല്ലാൻ പോലും മടിക്കില്ല. ഇങ്ങനെ ഒരുത്തൻ എൻ്റെ ഏട്ടനെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. എന്തായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. അത് എന്തായാലും ഈ കേസ് ഞാൻ തന്നെ വാദിക്കും, നോക്കിക്കോ. എന്നിട്ട് ഏട്ടനെ എണ്ണി ഞാൻ ഇതെല്ലാം പറയിപ്പിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എന്നാൽ ബെസ്റ്റായി, ഇപ്പം നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഒന്ന് സ്നേഹിച്ചും ഒന്ന് ഇതൊക്കെ ആക്കി വരിക. ഇനി നിൻ്റെ ഏട്ടനെ കൂടി ജയിലിലാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നിന്നെ ചത്താലും നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് നീ ആ കടുങ്കയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ദർശനല്ലേ വാദിക്കുന്നത്, ദർശൻ തന്നെ കേസെടുത്ത് നടത്തട്ടെന്നേ, കാര്യങ്ങൾ എന്തായിത്തീരും എന്ന് നമുക്കറിയാം. പിന്നെ ദർശൻ പറഞ്ഞല്ലോ 90% ഉറപ്പായിട്ടേ ഉള്ളൂ, വീണ്ടും ഉണ്ട് 10%. ഇനിയും നിൻ്റെ ഏട്ടനല്ല ചെയ്തെങ്കിലോ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, ഏട്ടൻ തന്നെയാണ്, അതിൽ നിന്ന് നിസ്സംശയമായിട്ടും പറയാൻ പറ്റും. പിന്നെ കൂടെ വർഷേച്ചിയുടെ അച്ഛനും പിന്നെ എസ് ഐയും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് കൂട്ടിക്കോ. എങ്കിലും എങ്ങനെ മനസ്സ് വന്നു ഒരാളെ കൊല്ലാൻ? ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും അങ്ങേര്? അതായിരിക്കും വർഷിച്ചു വന്ന് ഇവിടെയൊക്കെ അന്വേഷിച്ചത്. ഇനി വർഷേച്ചിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്, ശ്രീയേട്ടൻ പറഞ്ഞു വിട്ടതായിരിക്കും. ഇനി ഓരോരുത്തരായിട്ട് ഇവിടെ കയറി ഇറങ്ങും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഇതിനുള്ള ഡോസ് ഞാൻ കൊടുക്കും തന്നെ ചെയ്യും എന്നൊക്കെ പറയാണേ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്നെയും കൂട്ടിക്കൊണ്ട് പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നത്? താൻ പറഞ്ഞല്ലോ നമ്മൾ 1 വർഷം ജീവിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല എന്നും, പിന്നെ ഞാൻ ശ്രീനിവാസന്റെ വലങ്കൈ ആയതുകൊണ്ട് തന്നെ താൻ എൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്ന് പറയുമ്പോൾ, അയ്യടാ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് എന്നെ കൂട്ടാതെ പോകുമെന്നോ? അപ്പോൾ വിക്രം ഒരു പുഞ്ചിരിയോട് കൂടി പറയുന്നുണ്ട്, തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? ഇനി ഞാൻ പോകുകയാണെങ്കിൽ തന്നെ കൂട്ടിയേ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നത് തമാശ പറയൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും ആകെ സംശയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. വേദയുടെ മുറിയുടെ ഫ്രണ്ടിലൂടെയൊക്കെ നടക്കാണ് കേട്ടോ. ആ സമയത്ത് എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്ന പോലെ തോന്നുമ്പോഴത്തേനും വേദാന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രമിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, അല്ല നീ ഇപ്പോൾ ആരോടെ സംസാരിച്ച്? ഞാൻ ഫോണിൽ സംസാരിച്ച എൻ്റെ ഫ്രണ്ട് ഇഷിത, അവളോട് സംസാരിച്ചാന്ന് പറയാൻ കേട്ടോ. ഇഷിത ഇന്ന് രാവിലെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. ഇഷിത വന്നിട്ട് പോയി, അതിനെന്താ? അവളെ എനിക്ക് ഫോൺ വിളിച്ചൂടെ? ഞാൻ 24 മണിക്കൂർ അവളെ ഫോൺ വിളിക്കും. ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടൻ്റെ കാര്യം നോക്കും, പെണ്ണുപിള്ളയുടെയും അമ്മായിപ്പൻ്റെ കാര്യം പോയി നോക്കിയാൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചൊടിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വേദയുടെ ഫോണിലേക്ക് ദർശൻ കോൾ ചെയ്യാണ്. ആ സമയത്ത് വേദ കാണിക്കുന്നുണ്ട്, ഇനി ദർശൻ വിളിക്കുകയാണ്. ഇനി ഞാൻ സംസാരിച്ചിട്ട് വരാം, എന്തെങ്കിലും പറയാനുണ്ടോ, അതോ ഞങ്ങൾ സംസാരിക്കുന്ന കേൾക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ നീ ദേഷ്യം പിടിപ്പിക്കല്ലോ കേട്ടോ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, ഇതൊക്കെ അധികം നാൾ പോകില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് ദർശൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഒന്നുമില്ല, കേസിന്റെ കാര്യം പറയണം, നീ നാളെ തന്നെ എന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറയാനായിരിക്കും ദർശൻ വിളിക്കണേ. അങ്ങനെ പിന്നീട് ദർശൻ ഫോൺ വെക്കുകയാണേ. ഈ സമയത്ത് ഇത് പറയുന്നുണ്ട്, നിന്റെ ഏട്ടന് എന്തായാലും നല്ല സംശയമുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഏത് സമയം ഒരു സെർച്ചിങ് നടത്തും എന്നൊക്കെ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ മുൻകൂട്ടി കരുതി തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്, ഏട്ടൻ അങ്ങനെ വെറുതെ ഇരിക്കില്ല, ഇപ്പം മൂട്ടിൽ തീ പിടിച്ച പോലെ നടക്കുകയാണ്, ആ തീയുടെ ആളലൊന്ന് കൂട്ടണം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പ്ലാൻ ചെയ്യാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ശ്രീകാന്താണ് എല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വിക്രവും വേദയും കൂടെ. അങ്ങനെ ശ്രീകാന്ത് രാത്രിയിൽ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്താ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറഞ്ഞിട്ട്, അല്ല ഏട്ടനെ ഒന്ന് ശരിക്ക് കാണാൻ വന്നതാ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറൊരാളോടുണ്ട്, അയാൾക്ക് ഏട്ടനെ ഒന്ന് ശരിക്ക് കാണണമെന്ന് എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ കൂട്ടുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം, നീ എങ്ങനെ ഇവിടെ, നീ എന്തിനാ എൻ്റെ വീട്ടിൽ കയറിയത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എടാ നിന്റെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഞാനുണ്ടായിരുന്നു, ഇത്രയും ദിവസവും ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വേദയുടെ മുറിയിൽ, എന്നിട്ട് നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്നിട്ട് ഇപ്പം കിടന്ന് തിളയ്ക്കുന്നു, അല്ല നീ എങ്ങോട്ടായി ചാടി പോകുന്നത്? നിന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയിപ്പിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് എന്താ എന്താ കാര്യം, എടി നീ എന്നെ കുരുതിക്ക് കൊടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, ഞാൻ നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയും കുരുതിക്ക് കൊടുക്കുകയും ഒന്നും ചെയ്യില്ല, അതൊക്കെ കോടതി നോക്കിക്കോളും, ഇപ്പം ഞങ്ങൾക്ക് ചെറിയ ചെറിയ 2 കാര്യങ്ങൾ അറിയണം, അതിനുവേണ്ടി മാത്രം വന്നതാ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്താ എന്താ ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വിളിക്കും. ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേനും പെട്ടെന്ന് വേദയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിക്കുകയാണേ. അങ്ങനെ വിക്രമാണെങ്കിൽ ശ്രീകാന്തിൻ്റെ 2 കൈയും കൂട്ടി ഇങ്ങനെ കെട്ടി ഇറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വരുണിൻ്റെ കൊലപാതകവുമായിട്ട് എൻ്റെ അളിയന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് ഓർത്ത് നോക്കുകയോ, ചിലപ്പോൾ ഓർമ്മയിൽ വരും എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ പറഞ്ഞത്, നീ അവനെ കൊന്നിട്ട് ഇനി കുറ്റം എൻ്റെ മേലിൽ ചുമത്താൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞിട്ടത്, ഞാനല്ല അവനെ കൊന്നതെന്ന് നിങ്ങൾക്ക് 100% അറിയാം, പിന്നെ ഈ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി ഇങ്ങോട്ടേക്ക് പറഞ്ഞേ, വരുണിനെ കൊന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. ആ സമയത്ത് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം, ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നീ എന്നെ തല്ലിയല്ലേ, നീ നോക്കിക്കോ നിനക്ക് അധിക കാലം ആയിസില്ലടാ. ആ വാസവനുണ്ടല്ലോ, വാസവൻ്റെ അടുക്ക് പറഞ്ഞാൽ മതി, അവൻ്റെ ഗുണ്ടകളും അവനും കൂടെ വന്ന് നിന്നെ ശരിയാക്കിക്കോളാം, കാലിൽ വെടി കൊണ്ടല്ലേ, അത് ഭേദമായില്ലല്ലോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നത്, ഇത്രയും നാൾ പിടിച്ച് നിൽക്കാമെങ്കിൽ ഇനി അങ്ങോട്ടും എനിക്ക് പിടിച്ച് നിൽക്കാം, അതുകൊണ്ട് നീ കൂടുതലും മെനക്കണ്ടേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതേടാ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ വരുണിനെ കൊന്നത്, നിനക്കെന്താടാ ആ വരുണിനെ കൊന്നിട്ട് നിന്നെ അതിന് മേൽ പഴി ചാർത്താൻ ഞാനാ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും മുടക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് വേദയുടെ വക ഒരു ഉഗ്രനടി വേദയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം അനിയത്തിമാരുടെ ജീവിതം വെച്ചാണ് പന്ത് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അനിയത്തിമാരുടെ ജീവിതം, അനിയത്തിമാരെ കെട്ടിയത് ആരെയാ, കളക്ടറേയും അതുപോലെ തന്നെ തഹസിൽദാറിലൊന്നും അല്ലല്ലോ, ഒരുത്തിയാണെങ്കിൽ കെട്ടിയിരിക്കുന്നത് ഗുണ്ടനെ, മറ്റൊരുത്തിയാണെങ്കിൽ അതിനും വലിയ ഗുണ്ടനെ, അങ്ങനെ ഇപ്പോൾ എനിക്ക് തല കുണിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ കാരണം, അതുകൊണ്ടാണ് എല്ലാം വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചത്, ഇനിയും അങ്ങനെ തന്നെയാണ്, നീയൊക്കെ ഇവരുടെ കൂടുതൽ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയാനുണ്ടോ. ഈ സമയത്ത് വിക്രം വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മരണം വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുള്ളൂ എന്ത് വന്നാലും, അതുകൊണ്ട് നീ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ നിനക്ക് കഴിയില്ല, നീ ഒരാളെ കൊന്നു, അതിനുള്ള തക്ക ശിക്ഷ നീ അനുഭവിച്ചിരിക്കും എന്ന് വേദയും പറയാനുട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആദ്യം കൊന്നിട്ടില്ല, നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറഞ്ഞിട്ട്, നല്ല പേടിയുണ്ട്, എന്നാലോട്ട് കൊള്ളരുതായ്മ മൊത്തം കയ്യിലുമുണ്ട്, എന്നാലേ തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു, ഇനി കോടതിയിൽ ചെന്നാൽ മാത്രം മതി, ആ കോടതിയിൽ നിങ്ങളെ ഞാൻ നോക്കിയോ ജയിലിലാക്കും, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങളെ കൊണ്ട് ഞാൻ എണ്ണി പറയിപ്പിക്കും, ആ പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചല്ലേ നിങ്ങൾ കളിച്ചത് എന്നൊക്കെ പറയാനുട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വേദയുടെ കാല് പിടിക്കുന്നുണ്ട്, വേദ ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയില്ല, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ, അച്ഛനോ വർഷയോ ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ വേദ അതൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ, തട്ടി മാറ്റിട്ട് വേദയും വിക്രമും അങ്ങനെ പോകുകയാണേ. ഇത് കണ്ട് കലിയിളകി ദേഷ്യം വന്ന് അലറി വിളിക്കാനോട്ടോ നമ്മുടെ ശ്രീകാന്ത്.